അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ഒരു ചായ കുടിക്കാനായിട്ട് നമ്മുടെ ടീ ഫാക്ടറിയിൽ കയറാൻ പോകട്ടോ. ഇവിടെ പല വെറൈറ്റി ടീകളുണ്ട്. കണ്ടില്ലേ തിരക്ക്, ഇവിടെയും നല്ല തിരക്ക് തന്നെയാണ്. ഫുള്ള് പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. ഇത് ഫാക്ടറി വിസിറ്റിങ്ങിനുള്ള ഇതാട്ടാ. അപ്പോൾ അവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം. നമ്മൾ കയറുന്നില്ല, കാരണം മുന്നേ വന്നപ്പോഴൊക്കെ കയറിയിട്ടുള്ളതാണ്. പിന്നെ അവിടെ ഒന്നാമത് ക്യാമറ എടുക്കണതിനും അതിനൊക്കെ വെവ്വേറെ ചാർജാണ്. പിന്നെ ഇവരുടെ തന്നെ പല പ്രൊഡക്റ്റുകളുണ്ട്. ചായപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മറ്റേ തേന്, പിന്നെ ഏലക്ക, അങ്ങനത്തെ കുറേ നട്ട്സുകള്, പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആവാമോ? എന്തുട്ടാ? വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ ഒരു സ്ട്രോബെറി പ്രിസർവ്, ഹോൾ സ്ട്രോബെറി പ്രിസർവ്. ഇതിൽ റിയൽ സ്ട്രോബെറി ആണ് കിടക്കുന്നത്. ഫുൾ സ്ട്രോബെറിയാണ് കിടക്കുന്നത്. ടേസ്റ്റ് നമുക്ക് എന്താണെന്നുള്ളത് കഴിക്കാൻ. വിനുവിനെ വിട്ടുണ്ട് കേട്ടോ ചായ വാങ്ങാനായിട്ട്. നല്ല വലിയ കയറിക്കടി. ഇപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തു. ഇതില് കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാർഡമം ഏലക്കിട്ട ചായ കേട്ടോ നമ്മൾ പറയാൻ പോകണം. കാരണം കഴിഞ്ഞോട്ടം വന്നപ്പോൾ ലെമൺ ഗ്രാസും പിന്നെ അതുപോലെ ജിഞ്ചറൊക്കെ നോക്കിയായിരുന്നു. അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഏലക്ക ടീയിൽ നല്ല കോമ്പിനേഷൻ കേട്ടോ. നല്ല സംഭവം വരി നിൽക്കുക. എന്താണ് വേണ്ട വരുമ്പോ നോക്കാം. നമുക്ക് ചായ കിട്ടിയില്ല കേട്ടോ. നല്ല തിരക്കിൻ്റെ അല്ല, അവിടെ എന്തോ ചായയുടെ മെഷീൻ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞേ. അപ്പം എന്തായാലും തിരിച്ച് വഴി തന്നെ വരാം. നമ്മളേ അവിടെ ആനയ്ക്ക് നിൽക്കണ സ്ഥലം ഉണ്ട് പറഞ്ഞില്ലേ, എന്തായാലും അവിടെ ഇങ്ങോട്ട് ഒന്ന് പോയിട്ട് വരാം. തിരിച്ച് വരുമ്പോൾ തിരക്കില്ലെങ്കിൽ ചായ പിടിക്കാം. ഓക്കെ, ഞങ്ങൾ ഇറങ്ങാൻ നിന്നാ കേട്ടോ. അപ്പോൾ അതേ പെട്ടെന്ന് തന്നെ അവിടെ വരിയില്ല എന്നിട്ട് വിനു ചായ മേടിച്ചുകൊണ്ടിരുന്നുണ്ട്. ഏലക്കല്ലേ? അങ്ങനെ നിരാശനായി പോവേണ്ടി വന്നില്ലേ ഏലക്ക. ഇത് ഈ വടി എന്തിനാ ഇടുന്ന വെച്ചാലേ ഇവര് മറ്റേ ക്യൂബായിട്ടുള്ള ഷുഗർ ഇട്ടുതരാട്ടോ. അപ്പൊ അത് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ചായ കുടിക്കട്ടാ. ചായ